ശലോം. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഭാഷ എന്താണ് പഠിച്ചു. ആ ഭാഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഭാഷയുടെ ഘടന, ഭാഷയുടെ രൂപഭേദങ്ങൾ, അതെല്ലാം കടന്ന് നമ്മൾ എബ്രായ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു അരുവത്തേക്ക് വന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പദം നമ്മൾ പഠിച്ചു, ബറഷീത്ത് അല്ലെ. അപ്പോ നിങ്ങൾക്ക് ബറഷീത്തിനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ബറഷീത്ത് കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ കാണാം. കാണുന്നുണ്ടല്ലേ? ഓക്കെ, കാണാം അല്ലേ. താങ്ക് യു. അപ്പോൾ ഇവിടെ ബറഷീത്ത് എഴുതിയിട്ടുണ്ട്. ബ ബ എന്നുള്ള അക്ഷരമുണ്ട്. ഇതാണ് ബ. അടുത്ത റ, ഇത് അലഫ്, അ, പിന്നെ ഷിൻ, ഷ, പിന്നെ യോദ്, പിന്നെ തൗ. ഇത്രയും അക്ഷരം ചേർന്നാണ് ബറഷീത്ത്. അപ്പൊ ബറഷീത്ത് എന്നത് എബ്രായ പദമാണ്. ഒരു സമയക്രമത്തെ അടയാളപ്പെടുത്തുന്നതിലും വളരെ കൂടുതലാണ് അതിന്റെ അർത്ഥതലം. അത് എല്ലാ സൃഷ്ടികളുടെയും ഒരു വിത്താണ്. ഇത് ഒരു വാക്കിൽ മുഴുവനും പ്രപഞ്ചത്തെയും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെയും മനുഷ്യരാശിയുടെ വിധിയെയും അടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വളരെ വലിയ അർത്ഥതലമുള്ള ഒരു വാക്കാണ്. അതിൻ്റെ അകത്ത് സർവ പ്രപഞ്ചത്തിന്റെയും മനുഷ്യരാശിയുടെയും വിധിയും അല്ലെങ്കിൽ അതിന്റെ വീണ്ടെടുപ്പും എല്ലാം ഈ ഒരൊറ്റ പദത്തിൽ അടങ്ങിയിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ പദത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഈ വാക്കിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ലെയർ ലെയർ ലെയർ, അതായത് ഓരോ പാളികളാൽ അടുക്കി വെച്ചിരിക്കുന്ന അർത്ഥതലങ്ങളുടെ വ്യാപ്തി ഭയങ്കരം. അപ്പോൾ നമ്മളിപ്പോൾ ബറഷീത്തിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആ പദത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ആ പദത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാക്കിൽ മുഴുവനും ഈ പ്രപഞ്ചത്തെയും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും മനുഷ്യന്റെ വിധിയെയും അതിന് മനുഷ്യന്റെ വീണ്ടെടുപ്പിനെയും എല്ലാം ഈ ഒരൊറ്റ പദത്തിൽ അടക്കിയിരിക്കുന്നു. അതൊരർത്ഥം. അതേപോലെ തന്നെ അനാദിയിൽ എന്നൊരർത്ഥമുണ്ട്. ആദിയിൽ എന്നൊരർത്ഥമുണ്ട്. അത് ആ ഒരു അർത്ഥമുണ്ടെങ്കിലും ഈ ബറഷീത്തിന്റെ ഉള്ളിലെ അർത്ഥമാണ് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലെ ആത്മാവും ഭാഷയും, അല്ലെങ്കിൽ ഹീബ്രു ഭാഷയും ആത്മാവും അതിൻ്റെ ദിവ്യമായ നെയ്ത്ത്. അപ്പോ ഈ ഭാഷ എങ്ങനെ രൂപപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോ എങ്ങനെയാണ് ഭാഷ വന്നത് മനുഷ്യനിലേക്ക്, നമ്മളത് ഒരു ബൈബിൾ ചിന്തയോട് നമ്മളത് പഠിച്ചു. ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാൻ പോവാണ്. എബ്രായ ഭാഷയിൽ ആത്മാവിനുള്ള പദം റൂഹാഖ്, അതിനർത്ഥം ശ്വാസം, കാറ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദൈവം ആദാമിലേക്ക് ജീവശ്വാസമൂതിയപ്പോൾ അവൻ ജീവനിലേക്ക് നയിച്ച അതേ ശ്വാസമാണ്. ഉൽപ്പത്തി പുസ്തകം 2:7 അത് പറയുന്നത്. ആ ശ്വാസം ഭാഷയിൽ നിന്നാണ് ജനിച്ചത്. ആ ശ്വാസം ഭാഷയിൽ നിന്നാണ്. ഈ 2 തിമോത്തിക്കുള്ള ലേഖനത്തിലേക്ക് പൗലോസ് വളരെ മനോഹരമായ ഒരു പദം ഉണ്ട്. അത് ഇംഗ്ലീഷിലും വളരെ മനോഹരമാണ്, മലയാളത്തിലും അത് വളരെ മനോഹരമാണ്.
ഗോഡ്സ് ബ്രെത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദൈവശ്വാസ്യമാണെന്ന് നമ്മൾക്ക് മലയാളത്തിലും വായിക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനം അത് ദൈവശ്വാസ്യമാണ്. ഞാനിപ്പോൾ മെറോജ് പാസ്റ്ററിന്റെ അടുത്തിരിക്കുക, മുഖാമുഖം, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശ്വാസം മെറോജ് പാസ്റ്ററിന്റെ മുഖത്തേക്ക് തട്ടുന്നു. ഇങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ദൈവം ആദാമിനോട് സംസാരിച്ചത്. ആദാമേ, എവിടെയാ നീ? അങ്ങനല്ല. അത് നമ്മുടെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ദൈവം എപ്പോഴും സംസാരിക്കുന്നത് മൃദുവായിട്ട്. മെറോജ് പാസ്റ്റർ തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലെങ്കിൽ ഓക്കെ, നമുക്ക് സജി പാസ്റ്ററിനെ എടുക്കാം. സജി പാസ്റ്റർ ഇപ്പൊ അവിടെയുണ്ട്. സജി പാസ്റ്റർ നമ്മുടെ തൃശ്ശൂരിലേക്ക് കടന്നു വന്നിട്ട് പെട്ടെന്ന് പെട്ടിയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട്, മോള ജോഹാന എന്നിങ്ങനെ വിളിക്കുമോ? ഇല്ല. മോളെ ജോഹാനെ. എനിക്ക് കാരണം മെറോജ് പാസ്റ്ററിന്റെ മോളെ പേരെനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാമായിരുന്നു. ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഇപ്പൊ ജോഹാനയുടെ പേര് ഇപ്പൊ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അപ്പൊ ജോഹാനെ എന്ന് പറഞ്ഞിങ്ങനെ അമർത്തി വിളിക്കും. ഇല്ല, മോളെ ജോഹാനെ, എന്തുകൊണ്ടടാ വിശേഷം എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ആ ഒരു സ്നേഹം, ലാളിത്യം കൊണ്ടാണ് ദൈവം നമ്മളോടും സംസാരിക്കുന്നത്. ആദമിനോടും അങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ശ്വാസം അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം ആ പൊടിയായിട്ട്, വെറും പൊടിയായിട്ട് കിടന്ന മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ആ ഹെബ്രായ പഠനത്തോടുള്ള മനോഭാവം, നിങ്ങൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കൂടെ ഒഴുകി വരണം. കാരണം എന്നാൽ മാത്രമേ ആ ഭാഷ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വെളിപ്പെട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ. ഓക്കെ. അപ്പോ ആ ശ്വാസം, ആ ഭാഷയുടെ അകത്ത് ശ്വാസമുണ്ട്. നമ്മുടെ ഇനി തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഈ യാഹ്വേ എന്നുള്ളൊരു പദം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ യാഹ്വേ എന്ന് നമ്മൾ പറയുന്നത് പോലെ അല്ല അത് പറയേണ്ടത്. കാരണം അത് യാഹ്വേ എന്നുള്ള ശബ്ദം മുഴുവനും ശ്വാസമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ യാഹ്വേ. ഇതാണ് യഥാർത്ഥത്തിൽ യാഹ്വേ. ഇതാണ് എല്ലാം നമ്മുടെ ഡയഫ്രത്തിൽ നിന്ന് പൊങ്ങി വരേണ്ടതാണ്. ഇത്രേ ഉള്ളൂ ശബ്ദം. പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യോദ് ഹേ വാവ് ഹേ യാഹ്വേ എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ യാഹ്വേ വെറും ഒരു ശബ്ദം മാത്രമാണ്. അപ്പോൾ ദൈവം എപ്പോഴും വളരെ മൃദുലമായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഭാഷയിലും, യഥാർത്ഥത്തില് എബ്രായ ഭാഷയിലും ആ ദൈവത്തിന്റെ ആ ശ്വാസം കിടപ്പുണ്ട്. അതിനാൽ നിങ്ങൾ എബ്രായ ഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വായ ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങൾ ദിവ്യമായ ശ്വാസത്തെ പ്രതിധ്വനിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആത്മാവിനെ ശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവത്തിന്റെ ശ്വാസമാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് അത് നമുക്കത് പറയാൻ പറ്റുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും DNA അല്ലെങ്കിൽ ക്യാരക്ടറാണ് എന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ആഡമിലേക്ക് എത്തുമ്പോൾ ആഡത്തിന്റെ DNA ആരുടെയാ? ദൈവത്തിന്റെ DNA, ദൈവത്തിന്റെ മനോഭാവമാണ്, ദൈവത്തിന്റെ ചിന്താഗതിയാണ്, ദൈവത്തിന്റെ സ്വരൂപമാണ്. അവിടുന്ന് ഇങ്ങനെ തലമുറകളായിട്ട് വന്നു. അപ്പൊ നമ്മളെല്ലാവരും, നമ്മുടെ ഉള്ളിലും എല്ലാം ഉള്ളത് ദൈവത്തിന്റെ ശ്വാസം. അടുത്ത നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. ഓരോ എബ്രായ പദവും ഒരു വേരിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ എബ്രായ പദങ്ങൾ
3 വേരുകളുള്ള ഒരു മൂലപദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിനെ ഷോർഷ് എന്ന് പറയും. ഷോർഷ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് തോറ എന്നുള്ള ഒരു പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ തോറ എന്ന് പറയുമ്പോൾ എന്താണെന്ന്, അല്ലെ? തോറ എന്ന് നിങ്ങൾ എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ട്. പഴയ നിയമ പുസ്തകത്തിലെ 5 പുസ്തകങ്ങളാണ് തോറ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം. ഈ 5 പുസ്തകങ്ങളാണ്, അല്ലെ, തോറ എന്ന് പറയുന്നത്. യാ രാ യോ, ഈ 3 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ഈ മൂലപദത്തിൽ നിന്നാണ് തോറ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. തോറ എന്ന് അല്ലെങ്കിൽ യാര എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലക്ഷ്യസ്ഥാനത്ത് അമ്പെയ്ത് കൊണ്ട് മുറിവേൽപ്പിക്കുക എന്നൊരർത്ഥമാണ് അതിനുള്ളത്. ലക്ഷ്യസ്ഥാനത്ത് അമ്പെയ്ത് കൊടുത്ത് അതിനെ മുറിവേൽപ്പിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. യാര എന്ന പദം, അതായത് തോറയുടെ മൂലപദം ഷോർഷാണ് യാര. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ബിബ്ലിക്കൽ ചോദ്യം ചോദിക്കാൻ പോവാണ്. ബിബ്ലിക്കൽ ചോദ്യം. ഞാൻ ചോദിക്കുമ്പോൾ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയണം, അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം. മിണ്ടാതിരിക്കരുത് പ്ലീസ്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം യാര എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്ത് കൊള്ളിപ്പിച്ച് അവിടെ മുറിവേൽപ്പിക്കുക എന്നൊരർത്ഥമാണ് യാര എന്നുള്ള പദം, മൂലപദത്തിന്റെ അർത്ഥം. ആ പദത്തിന്റെ മൂലപദത്തിൽ നിന്നാണ് തോറ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ കുത്തുകൊണ്ട് മുറിവേറ്റേ, ദൈവവചനം കുത്തുകൊണ്ടിട്ട് മുറിവേറ്റേ. അപ്പൊ ആർക്കാണ് മുറിവേറ്റത്? ഏതെങ്കിലും ഭാഗത്ത് മുറിവേറ്റതായിട്ട്, ദൈവവചനം കൊണ്ട് മുറിവേറ്റതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? നിശബ്ദമായിട്ട് ഒരുപാട് നേരം ഇരിക്കല്ലേ. ഓക്കെ, വിവേകാനന്ദൻ പാസ്റ്റർ പറയാമോ? പത്രോസ് പ്രസംഗിച്ചപ്പോൾ വെരി ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്. അപ്പോസ്തല പ്രവർത്തികളിലെ നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചപ്പോൾ അവർ കുത്തുകൊണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനം കുത്തുകൊള്ളാനാണ്, മുറിവേൽക്കാനാണ്. ആ മുറിവേറ്റിട്ട് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം? അതാ തോറ, അതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം കുത്താനായിട്ട് വചനം ഉപയോഗിക്കരുത്. ഓക്കെ, അത് പറയുമ്പോൾ തന്നെ കുത്തുകൊള്ളും, ആത്മാവിൽ കൊള്ളും. എബ്രായ പദങ്ങൾ 3 അക്ഷരമുള്ള വേരുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ഷോർഷ് എന്ന് പറയും. ആ വേരുകൾ ഒരു DNA പോലെയാണ്. ഇപ്പോൾ DNA കുറിച്ച് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ അറിയാത്തവര് അതിന്റെ ഗൂഗിൾ ചെയ്ത് നോക്കി പഠിക്കണം, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട്. ഈ ഷോർഷിനെ കുറിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ അത്രയും മാത്രം മനസ്സിലാക്കി മാത്രമേ പോകാവുള്ളൂ. കാരണം അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇവിടെ നിൽക്കത്തില്ല, കുറേയും കൂടെ പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ഓരോ വാക്കും അതിന്റെ അർത്ഥത്തിൽ മാത്രമല്ല, അതിന്റെ അതിന്റെ എസൻസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോ ഡവാർ എന്നുള്ള ഒരു പദം എടുക്കാം. അതായത് ഡവാർ നമ്മൾ പഠിച്ചു, വാക്കെന്നാണെന്ന് പഠിച്ചു, വസ്തു, ദ്രവ്യം, സംഭവം എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചു. അതായത് വാക്കുകൾ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഒരു വാക്ക് ഉപയോഗിച്ച് സൃഷ്ടിപ്പ് നടത്തി. ആ സൃഷ്ടിപ്പ് യാഥാർത്ഥ്യമായിരുന്നു. ആ വാക്ക് യാഥാർത്ഥ്യമായിരുന്നു. ദൈവം യഹ്യാ എന്ന് പറയുമ്പോൾ ആ വാക്കിന് സൃഷ്ടിക്കാതിരിക്കാൻ കഴിയുന്നില്ല.
അത് സൃഷ്ടിച്ചേ പറ്റൂ, അത് വന്നേ പറ്റൂ. അതുകൊണ്ടാണ് ദൈവം ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്, യഹിയാ ഓർ, വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ വെളിച്ചമുണ്ടായി. ദൈവം സംസാരിക്കുമ്പോൾ അത് സൃഷ്ടി അനുസരിക്കുന്നു. അതിനാൽ എബ്രായ ഭാഷ വിവരണാത്മകമല്ല, അത് സൃഷ്ടിപരമാണ്. അബ്ര കഡാബ്ര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ വാക്ക് അബ്രക്കഡാബ്ര? ഞാൻ പറയുന്നു, പറയുമ്പോൾ സൃഷ്ടി നടക്കുന്നു. ഇതാണ് ആ വാക്കിന്റെ എബ്രായ അർത്ഥം. ചില ഞാൻ ഓക്കെ, പാസ്റ്റർ സജി പാസ്റ്റർ കേട്ടിട്ടില്ലെന്ന് പറയുന്നു. ചില സിനിമകളിലും ചില ചില ഇതിലൊക്കെ ഉണ്ട് ചില ആൾക്ക്, കൂടുതൽ മജീഷ്യന്മാർ, ഓക്കെ, ചില ഇംഗ്ലീഷ് മജീഷ്യന്മാർ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അബ്രക്കഡബ്ര അബ്രക്കഡബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാജിക് കാണിക്കും. അപ്പോ അതിന്റെ അർത്ഥം ഭയങ്കരമാണ്. ഞാൻ അബ്രക്കഡാബ്രയുടെ ഒരു ഭയങ്കരമായൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് എൻ ഹീബ്രു വേർഡ്, അതൊരു ഹീബ്രു വാക്കാണ്. ഞാൻ പറയുമ്പോൾ അവിടെ ആ പറയുന്ന സ്പോട്ടിൽ, ആ പറയുന്ന നിമിഷത്തിൽ വാക്കു എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ സൃഷ്ടിപ്പ് നടക്കുന്നു. അതാണ് എബ്രായ ഭാഷയുടെ ഒരു വലിയ അന്തസത്ത, അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന ആ സൃഷ്ടിപരത. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം പറഞ്ഞു യഹിയാ ഓർ, വെളിച്ചമുണ്ടാകട്ടെ. യഹിയ എന്ന വാക്ക് പ്രകാശത്തെ വിവരിക്കുന്നതല്ല, അത് അതിനെ പുറത്തേക്ക് വിടുന്നതാണ്. അക്ഷരങ്ങൾ തന്നെ ആത്മാവിനെ ശ്വസിക്കുന്ന ചിഹ്നങ്ങളാണ് ഓരോ എബ്രായ അക്ഷരങ്ങളും. അക്ഷരങ്ങൾ തന്നെ ആത്മാവിനെ ശ്വസിക്കുന്ന ചിഹ്നങ്ങളാണ് ഓരോ എബ്രായ അക്ഷരങ്ങളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ എബ്രായ അക്ഷരത്തിനും ഒരു ശബ്ദമുണ്ട്, ഒരു ചിത്രാക്ഷരമുണ്ട്, ഒരു സംഖ്യയുണ്ട്, ഒരു വെളിപ്പാടിന്റെ കവാടമുണ്ട്, അല്ലെങ്കിൽ ഒരു വെളിപ്പാടിന്റെ ഘടനാപരമായ ലെയറുണ്ട്, തട്ടുകളുണ്ട്. ഒന്ന് മാത്രം ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ആലഫ് എന്നൊരു അക്ഷരം നമുക്ക് പഠിക്കാനുള്ളതാണ്. ആലഫ് നമുക്ക് പഠിക്കും. അതൊരു നിശബ്ദമായ ഒരു അക്ഷരം മാത്രമല്ല, അതൊരു നിശബ്ദ അക്ഷരമാണ്. അതിന് ശബ്ദമില്ല, അത് ശുദ്ധമായ ശ്വാസം മാത്രമാണ്. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലഫ് എന്ന് പറയുന്നെങ്കിലും ആലഫിന്റെ ഉള്ളില് ശബ്ദമില്ല. അലഫ് അലഫ്. ഏലോഹീം എന്ന് നമ്മൾ പറയത്തില്ല, ലോഹീം. ഏലോഹീം എന്ന് നമ്മൾ പറയില്ല, അങ്ങനെയല്ലേ അത് ഉച്ചരിക്കേണ്ടത്. ലോഹീം. അതിൻ്റെ അകത്ത് എ ഉണ്ട്, പക്ഷെ അതിനെ താത്ത പറയാം. നമ്മൾ എലോഹിം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അതിന്റെ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതിനൊരു ചിത്രാക്ഷരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ചിത്രാക്ഷരം എന്ന് പറയുന്നത് കാളയുടെ തലയാണ്. അതിന് ശക്തി, നേതൃത്വം, ത്യാഗം എന്നൊക്കെയുള്ള വലിയ അർത്ഥ തലങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഗെമറ്റേറിയ വാല്യൂ, അല്ലെങ്കിൽ ഒരു സംഖ്യ മൂല്യമുണ്ടെന്ന് പറഞ്ഞു. അത് ഒന്നാണ്. അത് ഏകത്വത്തെ, ദൈവത്തിന്റെ ഏകത്വത്തെ, ഐക്യത്തെ അത് കുറിക്കുന്നു. അതിനൊരു ആത്മീയമായ അർത്ഥമുണ്ട്. അത് ദിവ്യമായ നിശബ്ദത, മറഞ്ഞിരിക്കുന്ന ശക്തി, വാക്കുകൾക്ക് മുൻപെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എന്നൊക്കെയുള്ള വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള അർത്ഥമുണ്ട്. ആലഫ് സംസാരിക്കുന്നില്ല, അത് ശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് സംസാരത്തിന്റെ പിന്നിലെ ആത്മാവാണ്. ഉൽപ്പത്തി 1:1 മുൻപുള്ള ദൈവത്തെ പോലെ, ഉൽപ്പത്തി 1:1 മുൻപുള്ള ദൈവത്തെ പോലെ. ഉൽപ്പത്തി 1:1 ദൈവം ഇങ്ങനെ വന്ന് പറയുന്നു, ബറഷിത് ബാറ യത് എലോഹിം. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പുത്രനും ഞാനും പരിശുദ്ധ റൂഹയും കൂടെ ഇരുന്നിട്ട് ഈ ലോകത്തിന്റെ അടിസ്ഥാനമിട്ടു. ആ അടിസ്ഥാനത്തിന്മേൽ ഈ പ്രപഞ്ചത്തെ വിരിച്ചിരിക്കുന്നു.
ദൈവത്തിന്റെ പരമാധികാരത്തെ, ദൈവത്തിന്റെ സത്വബോധത്തെ, ദൈവത്തിന്റെ അസ്തിത്വത്തെ അവിടെ പ്രകടമാക്കുന്ന ഒരു വാക്ക അല്ലെങ്കിൽ ഒരു വരിയാണ് നമ്മൾ ആദ്യം കണ്ടത്. 4, ആത്മാവ് വചനത്തെ രൂപപ്പെടുന്നു. എങ്ങനെയാണ് ആത്മാവ് വചനത്തെ രൂപപ്പെടുത്തുന്നത്? എബ്രായ ഭാഷയിലെ ചില ശക്തി പദങ്ങളും ആത്മാവും അർത്ഥവും എങ്ങനെയെന്ന് വേർതിരിക്കാനാവില്ലെന്ന് നമുക്ക് നോക്കാം. റൂഹാഖ്, ആത്മാവ്, കാറ്റ്, ശ്വാസം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ചു. ഉൽപ്പത്തി 1:2 ആണ് ആദ്യമായിട്ട് ഈ പദം കാണപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ ചുറ്റിത്തിരിയുകയായിരുന്നു. ഹോവറിങ് ഓവർ ദ വാട്ടർ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഹെത്ത് വാവ് റേഷ്, അല്ലെങ്കിൽ റേഷ് വാവ് ഹെത്ത് എന്നുള്ള 3 പദങ്ങളാണ്. അതിന്റെ റൂട്ട്, അതായത് ഷാർഷ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഒഴുകുന്നു, അത് നീങ്ങുന്നു, അത് നീങ്ങുന്നു, നിറയുന്നു. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ആത്മാവ് ഒഴുകുന്നു, ആത്മാവ് നീങ്ങുന്നു, ആത്മാവ് നിറയുന്നു. റൂഹാഖ് അദൃശ്യമാണ്. കാറ്റ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ആത്മാവിനെ ഒരിക്കലും കണ്ടിട്ടില്ല, ശ്വാസത്തെ നമുക്ക് കാണുവാൻ പറ്റത്തില്ല. പക്ഷെ അത് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഇരിക്കുന്നതും എന്നെ കേൾക്കുന്നത്. അപ്പോൾ റൂഹാഖ് അദൃശ്യമാണ്, അത് തടയാനാവാത്തതാണ്. അഭിഷേകം വരുമ്പോൾ ഭാഷയാൽ നിറയപ്പെട്ട് നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെയാണ്. അടുത്തത് പഠിക്കാൻ പോകുന്ന ഒരു വാക്ക് നശമ എന്നുള്ളൊരു പദമാണ്. നശമ എന്നുള്ള പദമാണ് ആത്മാവ്, ജീവശ്വാസം. അപ്പൊ റൂഹ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇനി നശമ എന്തെന്ന് നമുക്ക് നോക്കാം. നശം എന്നുള്ള ക്രിയാപദത്തിൽ നിന്നാണ് നശമ എന്നുള്ള വാക്ക് വരുന്നത്. നശം എന്നുള്ള പദത്തിൽ നിന്നാണ് നശമ എന്നുള്ള വാക്ക് വരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശ്വസിക്കുക എന്നതാണ്. ശ്വാസമായ ആത്മാവാണ് ആത്മാവ്. അതായത് ദൈവത്തിന്റെ റൂഹയെ സ്വീകരിക്കുന്ന മനുഷ്യാത്മാവ്. ദൈവം എന്തു ചെയ്തു? ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിലേക്കും വായിലേക്കും ഊതിയപ്പോൾ മനുഷ്യൻ എന്താണ് ഒരു ക്രിയ ചെയ്തത്? ആ പൊടിയായിട്ട് കിടക്കുന്ന മനുഷ്യൻ എന്ന് ശ്വാസമെടുത്ത് നശം ചെയ്തു. നശം. അപ്പോ ശ്വസിച്ച് അത് ജീവനുള്ള ശ്വാസമുള്ള ദേഹരൂപിയായിട്ട് മാറി. അപ്പോൾ എബ്രായ ഭാഷയിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലെ ദൈവത്തിന്റെ ഭാഷയുടെ ഒരു ശ്വാസമായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ശ്വാസമുള്ളതെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം 150:6. അപ്പോ ഞാൻ നേരത്തെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, തോറ, നിർദ്ദേശം, പഠിപ്പിക്കൽ, നിയമം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. നിർദ്ദേശം, പഠിപ്പിക്കൽ, നിയമം എന്നുള്ള വളരെ അർത്ഥമുണ്ട്. ഇനിയും അർത്ഥങ്ങളുണ്ട്. മൂലപദം യാര എന്ന് ഞാൻ പറഞ്ഞു. അമ്പെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊള്ളിക്കുക, മുറിവേൽപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഒഴുക്കി വിടുക എന്നും കൂടെ അർത്ഥമുണ്ട്. അപ്പൊ തോറ വെറും ഒരു നിയമമല്ല, അത് ദൈവത്തിന്റെ വായിൽ നിന്നും ഒഴുകുന്ന നദിയാണ്. അത് നയിക്കുന്നത് ഒരു ദിശയിലേക്കാണ്, അത് ദൈവത്തിന്റെ ദിശയിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായിയുടെ 4:4 ആവർത്തന പുസ്തകം 8:3 നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നത്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് ചിന്തിക്കാം. എബ്രായ ഭാഷ ആത്മാവിന്റെയും ശബ്ദത്തിന്റെയും ഒരു ചിത്രപ്പണിയാണ്. എബ്രായ
ചിന്തയിൽ വാക്കുകൾക്ക് ആത്മാവുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു അസൈൻമെന്റ് തരാം. ചെറിയൊരു അസൈൻമെന്റ്. നിങ്ങൾ ഇരിക്കുന്ന ഇത്രയും പേരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് വരണം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അർത്ഥമാണ്. ജോൺ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ജോൺ അല്ലെ, യോഹന്നാൻ. അതിന്റെ അർത്ഥം എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും? അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ എല്ലാവരോടും, ഈ ഇരിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേര് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാവരോടും നമ്മൾ വിളിച്ചു ചോദിക്കും യോഹന്നാൻ അല്ലെങ്കിൽ ജോൺ എന്നുള്ള പദത്തിന്റെ അർത്ഥം. എനിക്കതറിയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എബ്രായ ഭാഷയിൽ ഇതിനെ എങ്ങനെ, ഈ ജോൺ എന്നുള്ള പദത്തെ എങ്ങനെ ഉച്ചരിക്കാം എന്ന് ഞാൻ പഠിപ്പിക്കും. അതിന് ആ എബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥവ്യാപ്തിയും കൂടി നിങ്ങളെ പഠിപ്പിക്കും. ആമേൻ. ഹീബ്രു ചിന്തയിൽ വാക്കുകൾക്കും ആത്മാവുണ്ട്. എല്ലാ തവണയും നിങ്ങൾ എബ്രായ ഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുക മാത്രമല്ല, പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ ദിവ്യമായ ആ താളത്തിൽ നിങ്ങളും അണിചേരുകയാണ്. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭാഷ, നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാൻ ശ്രമിപ്പിക്കും. കാരണം നമ്മുടെ ഒന്നാമത്തെ ബാച്ചുകാര് പഠിപ്പിച്ചു. അവർ പതുക്കെ പതുക്കെ വായിപ്പിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സാറേ ഇത് വായിച്ച് വായിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം തോന്നിയെന്ന്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും. നിങ്ങളത് വായിച്ച് വായിച്ച് പരിശീലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രത്യേകതകൾ ഉണ്ടായിത്തീരും. അത് ഞാൻ ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ നാമം പോലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്താണ് ദൈവത്തിന്റെ നാമം? ഞാൻ നേരത്തെ പറഞ്ഞു, അത് വെറും ഒരു ശ്വാസമാണ്. യാഹ്വേ, യോദ് ഹേ വാവ് ഹേ, യോദ് ഹേ വാവ് ഹേ. ഈ നാലക്ഷരങ്ങളും വെറും ശ്വാസമാണ്. യോദ് ഹേ വാവ് ഹേ. നിങ്ങൾ അത് പതുക്കെ സാവധാനത്തിൽ ഒന്ന് പറഞ്ഞു നോക്കി. എക്സാക്ട്, യോദ് ഹേ വാവ്. അതും 4 അക്ഷരങ്ങളും ശ്വാസമാണ്. ശ്വാസത്തിലൂടെയാണ് വരുന്നത്. അത് ശ്വസിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 4 അക്ഷരങ്ങളും പറയണമെങ്കിൽ നിങ്ങളുടെ അടിവയറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ശക്തി എടുത്തിട്ട് നിങ്ങളുടെ ഡയഫ്രത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അത് തൊണ്ടയിലൂടെ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണത് പറയേണ്ടത്. യാഹ്വേ. ഇറ്റ് ഈസ് ഓൺലി എ സൗണ്ട്. അത് വെറും ഒരു ശ്വാസത്തിന്റെ ശബ്ദമാണ്. അപ്പോൾ ആ ശ്വാസത്തിന്റെ ശബ്ദം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള സകല തരത്തിലുള്ള സെല്ലുകളും എല്ലാം അതിനെ കേട്ട് ഉണർന്ന് അതിനെ പുറത്തേക്ക് ജീവശ്വാസം, ആ ശ്വാസം തന്ന ആ നാമത്തെ നമ്മൾ തിരിച്ചു വിളിക്കുവാണ്, യാഹ്വേ. ആ വിളി അവിടെ കേൾക്കും. ആമേൻ. സ്തോത്രം. യോദ്, ഒരു ചെറിയൊരർത്ഥം പറയാം. തീപ്പൊരി അല്ലെങ്കിൽ കൈ എന്നൊരർത്ഥമുണ്ട്. ഹേ, ശ്വാസം. വാവ്, ആണി എന്നൊക്കെ അർത്ഥമുണ്ട്. ഹേ, ശ്വാസം. അപ്പോ യോദ് ഹേ വാവ് ഹേ. കേട്ടോ, മുഴുവനും അതൊരു ശ്വാസമാണ്. ഞാൻ ഒരർത്ഥമാണ് പറഞ്ഞത്. ഇനിയും എൻ്റെ അർത്ഥ തലങ്ങൾ കുറെ ഉണ്ട്. ഞാനത് അടുത്തടുത്ത ക്ലാസ്സിൽ യാഹ്വയെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ച് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. യാഹ്വ എന്ന് പറയാൻ ശ്രമിക്കുക. അത് നിശ്വസിക്കുന്നതും ചെയ്യുന്നത് പോലെയാണ്. യഹോവയുടെ നാമം നിങ്ങളുടെ ശ്വാസത്തിലാണ്. നിങ്ങൾ ഓരോ നിമിഷവും ദൈവത്തിന്റെ ശ്വാസം അല്ലെങ്കിൽ നാമം ശ്വസിക്കുന്നു.
എബ്രായ ഭാഷയിൽ ആത്മാവും ഭാഷയും ഒന്നായിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് എബ്രായ ഭാഷ പഠിക്കുക എന്നാൽ ഏദനിന്റെ അഗ്നിയെ വീണ്ടും ജ്വലിപ്പിക്കുക എന്നതാണ്. എബ്രായ ഭാഷ സംസാരിക്കുക എന്നാൽ ആത്മാവിനെ ശ്വസിക്കുകയും അർത്ഥം ശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. എബ്രായ ഭാഷ മനസ്സിലാക്കുക എന്നാൽ ദിവ്യമായ ചിന്തയുടെ വാസ്തുവിദ്യ കണ്ടെത്തുക എന്നതാണ്. എബ്രായ ഭാഷയിൽ ആത്മാവും ഹീബ്രുവിൽ ഭാഷയും ആത്മാവും അവർ തമ്മിൽ ബന്ധമില്ല, അവർ വിവാഹിതരാണ്. ഞാനിതൊരു ഇച്ചിരി കാവ്യാത്മകമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ നിങ്ങൾ ഇതാക്കണ്ട. കാരണം എബ്രായ ഭാഷയിൽ ആത്മാവും ഭാഷയും തമ്മിൽ ബന്ധമല്ല, അവർ വിവാഹിതരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും ഗാഠമായ ഒരു അർത്ഥത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഇണ പിരിയാൻ പറ്റാത്ത ലെവലിലാണ് അത് രണ്ടും കൂട്ടി കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഞാനൊന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും കൂടെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാൻ ഒരു ഷെയർ ചെയ്യാം. ഓക്കെ, എഹിയ ഓർ അത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് യൂട്യൂബിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് എഴുതി വെക്കണം. ഹീബ്രു ഭാഷയിൽ എഴുതാൻ പറ്റുന്നവർ, വരച്ചു വെക്കാനെങ്കിലും പറ്റുന്നവർ ഇത് എഴുതി വെക്കണം. അതല്ലെങ്കിൽ ഇത് പ്രിന്റ് ഷോട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ എടുത്തു വെക്കണം. എഹിയ ഓർ. അടുത്തത് ഷമായിം. അതിന് സ്വർഗം അല്ലെങ്കിൽ ആകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. ഷമായിം. എറക്സ് ഭൂമി അല്ലെങ്കിൽ വരണ്ട മണ്ണ്, കര എന്നൊക്കെ അർത്ഥമുണ്ട്. അടുത്തത് ഷമഷ്, സൂര്യൻ എന്ന അർത്ഥമുണ്ട്. സൂര്യൻ, ഷമഷ്. എരേഖ് മൂൺ, ചന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. കൊഹാവീം, നക്ഷത്രങ്ങൾ എന്നാണ് അർത്ഥം. ആദം, എല്ലാവർക്കും അറിയാവുന്നതാണ് ആദം. ഊപ്പ്, പക്ഷികൾ എന്ന അർത്ഥമുണ്ട്. ബഹമാഹ്, മൃഗങ്ങൾ അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ എന്നർത്ഥമുണ്ട്. ഹയാസാദ്, നിലം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ ഫീൽഡ്, വയല് എന്നൊക്കെ അർത്ഥമുണ്ട്. നിലം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇഷാഹ്, വുമൺ, സ്ത്രീക്ക് വിളിക്കുന്നതാണ്. ഹൗവയെ വിളിക്കുന്ന പേരല്ല, സ്ത്രീയെ വിളിക്കുന്ന പേരാണ്. ഹൗവ എന്നുള്ളൊരു പദമില്ല, അതും കൂടെ ഞാൻ പറയാം. ഹൗവയെ കുറിച്ചിട്ട് നമുക്ക് ഒരു ക്ലാസ് ഞാൻ എടുക്കാം. അങ്ങനെയല്ല ആദം ഹൗവയെ വിളിച്ചത്. അത് ഞാൻ ഒന്നുകൂടെ നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓട്ട്, കായന് ദൈവം ഒരു അടയാളം കൊടുത്തെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ബൈബിളിലെ. അവൻ ഏദനിൽ കിഴക്കോട്ട് നടന്നപ്പോൾ എന്ന് ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യത്തിൽ വരുന്നതാണ് ഓട്ട്. ദൈവം ഒരു അടയാളം നൽകി എന്ന് പറയുന്നതാണ് ഓട്ട്. അപ്പോ നിങ്ങളിന്ന് 12 എബ്രായ പദങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളത് ഒന്ന് എഴുതി പുസ്തകത്തിൽ വെക്കാൻ പറ്റുന്നവർ വെക്കുക, ഓർത്ത് വെക്കുക. നിങ്ങൾക്കത് വളരെ വളരെ ഉപകാരപ്രദമാകും. ഓക്കെ, ഇതും കൂടെ നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഒരു 8 വാക്യങ്ങളോടുണ്ട്. റൂഹ ഹീബ്രുവിൽ ആത്മാവിനുള്ള പദമാണ്. അതിനർത്ഥം ശ്വാസം, കാറ്റ് എന്നൊക്കെയാണ്. The word of the spirit is ruha, which also means breath and wind. ഞാൻ ഷോർഷം ഒരു പദം പറഞ്ഞു. ഷോർഷ് മൂല അക്ഷരം എന്ന് പറഞ്ഞു.
എബ്രായ പദങ്ങൾ മൂന്നക്ഷര വേരുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഷോർഷ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്: ഷ ഋ ഷ, ഷോർഷ്. ഡവാർ, ഡവാർ. വേർഡ് എന്നാണ് അർത്ഥം. വാക്ക്, വസ്തു, സംഭവം, ദ്രവ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അടുത്തത്, ദൈവം ആദ്യമായിട്ട് കൽപ്പന കൊടുത്ത കാര്യമാണ്. എഹിയാ ഓർ, ലെറ്റ് ദർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. എഹിയാ ഓർ, അതാണ് ഈ പദം. ആലഫ്, ആലഫ് നമ്മുടെ ആദ്യത്തെ അക്ഷരമാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആലഫിനെ കുറിച്ച് പറഞ്ഞു, എഹിയാ ഓറിനെ കുറിച്ച് പറഞ്ഞു, തോറയെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. അടുത്തത് നശമ, നശമ, ആത്മാവ്, ജീവശ്വാസം എന്നൊക്കെയാണ്. അതിങ്ങനെയാണ് എഴുതുന്നത്: നുൻ ഷിൻ മേം ഹേ, നുൻ ഷിൻ മേം ഹേ, നശമ. ആരും അത്ഭുതപ്പെടേണ്ട. നമ്മൾ ഓരോ വാക്കുകള്, ഓരോ അക്ഷരങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കാൻ പഠിക്കും. അതുകൊണ്ട് ആരും ഇപ്പൊ ഇത് കണ്ടിട്ട് ഒന്നും വേവലാതിപ്പെടരുത്. നിങ്ങളെ ഞാൻ വായിപ്പിക്കാൻ പഠിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പോവുക. തോറ, തൗ, വൗ, റേഷ്, ഹേ, തോറ. യാഹ്വേ, യോദ് ഹേ, വാവ് ഹേ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.